ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ സെക്ടറൽ സ്കോളർഷിപ്പിനെ പറ്റിയാണ്. ഈ സ്കോളർഷിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ 82,000 പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ആനുവലി ലഭിക്കുക. അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോളേജസിൽ പഠിക്കുന്നവർക്ക്, പിന്നെ പ്രൊഫഷണൽ കോളേജസിൽ, അതായത് മെഡിക്കലും എഞ്ചിനീയറിംഗും പഠിക്കുന്ന പിള്ളേർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടും. ഈ സ്കോളർഷിപ്പിൻ്റെ അലോക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ 18 to 25 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള സ്റ്റുഡൻസിനാണ് അവർ എക്സ്പെക്ട് ചെയ്യണേ. അതിൽ 50% ഓഫ് ദ സ്കോളർഷിപ്പ് ഗേൾസിനാണ് മാറ്റി വെച്ചേക്കണേ. അതിൽ 3% സ്ലോട്ട് ലഡാക്കിലത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും, പിന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിൽ എങ്ങനെയാണ് സ്ട്രീം വൈസ് റേഷ്യോയിൽ റിസർവേഷൻ കൊടുത്തേക്കണമെന്ന് പറയുന്നുണ്ട്. 3:3:1 റേഷ്യോയിലാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റീനെ പറ്റി പറയാനാണെങ്കിൽ +2 അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള പരീക്ഷയിൽ 80% മുകളിൽ ഉണ്ടായിരിക്കണം. റെഗുലറായിട്ട് കോഴ്സ് എടുത്ത ഒരാളായിരിക്കണം, അല്ലാണ്ട് ഡിസ്റ്റൻസ് മോഡിൽ കോഴ്സ് പർസ്യൂം ചെയ്യണ ഒരാൾക്ക് ഇത് ലഭിക്കില്ല. പിന്നെ കോളേജും ഇൻസ്റ്റിറ്റ്യൂഷനും അവർ പഠിക്കണ കോളേജ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അടിയിൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. പിന്നെ ഈ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ വേറൊരു സ്കോളർഷിപ്പും വാങ്ങണവരായിരിക്കരുത്. പിന്നെ ഫീ വേവറിലുള്ള ആൾക്കാരാവരുത്. ഫീ വേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ തന്നെ ഫീ കുറവിന് മെറിറ്റിൽ പിള്ളേർക്ക് സീറ്റ് കിട്ടും, അതായിരിക്കരുത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ടുള്ള കാര്യം 4.5 lakh പെർ ആനത്തിന് കുറവായിരിക്കണം ഇൻകം, ഫാമിലി ഇൻകം. പിന്നെ അവർ പറയണേ റിന്യൂവൽ ചെയ്യണേനും എലിജിബിലിറ്റീസിന് നമ്മൾ ഓക്കെ ആയിരിക്കണം എന്ന്. അപ്പോൾ പ്രത്യേകം നോക്കുക, റിന്യൂ ചെയ്യണവർക്ക് 50% മാർക്ക് ആനുവൽ എക്സാമിനും വേണം, 75% അറ്റൻഡൻസും കമ്പൽസറി ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ റിസർവേഷനെ പറ്റി നോക്കാം. കാസ്റ്റ് വൈസ് SC-കാർക്ക് 15% സീറ്റും, ST-കാർക്ക് 7.5% സീറ്റും, പിന്നെ OBC-കാർക്ക് 27% സീറ്റുമാണ് കൊടുത്തേക്കണം. പിന്നെ 5% ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ PDF ഒന്നും കൂടി ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, അപ്പോൾ അതിൽ നോക്കാവുന്നതാണ്. പ്രൊസീജിയർ ഓഫ് അപ്ലിക്കേഷൻ സാധാരണ NSPയിൽ ഏത് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ 2 വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് OTR റീജനറേഷനെ പറ്റിയിട്ടും, രണ്ടാമത്തെ സ്കോളർഷിപ്പ് എങ്ങനെയാണ് NSPയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോയും ഞാനിവിടെ മുകളിൽ കൊടുക്കാം, നിങ്ങളത് രണ്ടും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ റേറ്റും ഡ്യൂറേഷനും ഒക്കെയാണ് പറയണേ. അത് ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്ക് 12,000 പെർ ആനം 3 ഇയർ വെച്ചിട്ട് കിട്ടും. പിന്നെ 20,000 പെർ ആനം പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിന് കിട്ടും. അതുപോലെ തന്നെ 20,000 പെർ ആനം ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ്, അതായത് 5 ഇയർ കോഴ്സൊക്കെ ചെയ്യണവർക്ക് 4th ഉം 5th ഇയറിൽ കിട്ടും. പിന്നെ BTech പ്രൊഫഷണൽ കോളേജസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 12,000 പെർ ആനം 1st ഉം 2nd ഉം 3rd ഇയറും കിട്ടും. പിന്നെ 20,000 4th ഇയറിലും കിട്ടും. പിന്നെ പേയ്മെൻറ്റ് ഓഫ് സ്കോളർഷിപ്പ് നിങ്ങളുടെ പേരിൽ, അതായത് അപ്ലൈ ചെയ്യണ ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് എന്തായാലും തുടങ്ങണം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറാണ് അവർ ചെയ്തു തരിക. ഈ സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് മെയിനായിട്ട് അറിയേണ്ട പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ PDF മൊത്തം വായിച്ചു നോക്കാവുന്നതാണ്. ഞാനിതിൻ്റെ അടിയിൽ ഇത് കൊടുക്കാം. NSPയുടെ സൈറ്റിലുള്ള വിവിധ കാറ്റഗറിയിലുള്ള പല സ്കോളർഷിപ്പിനെ പറ്റിയിട്ടും ഇനിയും വീഡിയോ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ വീഡിയോസും ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.